എല്ലാവർക്കും ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ. ഓക്കെ, എല്ലാവരും വേഗം പാരൻസിനെ വേഗം വിളിച്ച് അടുത്തിരുത്തുക, അറേഞ്ച്മെന്റ് പ്രോപ്പർ ആക്കുക. നോട്ട്ബുക്കും ടെക്സ്റ്റ് ബുക്കും എല്ലാം മാറ്റി വെച്ച് എക്സാം ബുക്ക് മാത്രം എടുത്ത് വെക്കുക. കാൽക്കുലേറ്റർ എടുത്ത് വെക്കുക കേട്ടോ, കാൽക്കുലേറ്റർ എടുത്ത് വെക്കുക. എല്ലാം അറേഞ്ച്മെന്റ് ഒന്ന് പ്രോപ്പർ ആക്കിക്കുക വേഗം. ലാസ്റ്റ് റോയിൽ തേർഡ് വൺ അലോഷ് വീഡിയോ. ഓക്കെ ഓക്കെ. അതിനപ്പുറത്ത് നിവേദ് അറേഞ്ച്മെന്റ് പ്രോപ്പർ ആക്കും. നിവേദ് അറേഞ്ച്മെന്റ് പ്രോപ്പർ ആക്കാം കേട്ടോ. പാരന്റ്സ് വേഗം വിളിച്ച് എല്ലാവരും എത്തി. കീർത്തന പാരന്റ് എവിടെ? വേഗമായിട്ട് എല്ലാവരും. അമർനാഥേ പാരന്റ് എവിടെ? എല്ലാവരും പാരന്റ്സ് വേഗം വിളിക്കൂ കേട്ടോ. എക്സാം ടൈമിൽ പാരന്റ് നിർബന്ധമാണ്. കെവിന്റെ പാരന്റ് എവിടെ? ആരൊക്കെ പാരന്റ് ഇല്ലാത്തത്? സെറിൻ പാരന്റ് വിളിക്കൂ. എല്ലാവരും വേഗം പാരന്റ്സിനെ വേഗം വിളിച്ച് അടുത്തിരുത്താം കേട്ടോ. അമേയ. ഇനി എല്ലാവരും ബുക്ക് മാറ്റി വെച്ചോളൂ. ടെക്സ്റ്റ് മെറ്റീരിയൽ എല്ലാം മാറ്റി വെക്കുക കേട്ടോ. എക്സാം ബുക്ക് മാത്രം എടുത്താൽ മതി. ഇനി വേറെ ഒന്നും വേണ്ട അടുത്ത് കേട്ടോ. ഓക്കെ അഫ്സാനിയ. ഓക്കെ, കാൽക്കുലേറ്റർ എടുത്ത് വെച്ചല്ലോ അല്ലേ? ബുക്ക് അടച്ചു വെക്കുക എല്ലാവരും. മെറ്റീരിയൽ അടച്ചു വെക്കുക, ടെക്സ്റ്റ് ബുക്ക് അടച്ചു വെക്കുക, നോട്ട് ബുക്ക് അടച്ചു വെക്കുക. എക്സാം ബുക്ക് മാത്രം എടുക്കുക കേട്ടോ. ഓക്കെ, സ്ക്രീനിൽ ക്വസ്റ്റ്യൻ കാണാം. ക്വസ്റ്റ്യൻ ആരും കോപ്പി ചെയ്യേണ്ടതില്ല. ക്വസ്റ്റ്യൻ ഇതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് റാങ്ക് കോറിലേഷൻ കോഫിഷ്യന്റ് ഓഫ് റാങ്ക് ഓഫ് മാത്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. മാത്സിനും സ്റ്റാറ്റിക്കും കിട്ടിയ റാങ്ക് നമുക്ക് തന്നിട്ടുണ്ട്. അതിന്റെ റാങ്ക് കോറിലേഷൻ കണ്ടുപിടിക്കുക. മാത്സിന്റെ റാങ്ക് 1 3 2 5 4. സ്റ്റാറ്റിയുടെ 2 5 3 4 1. Second question, R is equal to 0 means dash correlation. R is equal to 0 കിട്ടിയാൽ അത് ഡാഷ് കോറിലേഷൻ ആണ്, ഒരു മാർക്ക്. തേർഡ് വൺ, the range of correlation is ഓപ്ഷൻ എ 0 to infinity, -1 to +1, 0 +1 to +2. ഇതിൽ ഏതാണെന്ന് വെച്ചാൽ ആ ഓപ്ഷൻ എടുത്ത് എഴുതാട്ടോ. തേർഡ് ക്വസ്റ്റ്യൻ. നാലാമത്തത്, വാട്ട് ആർ ദ ടെക്നിക്സ് ഓഫ് മെഷറിംഗ് കോറിലേഷൻ. കോറിലേഷൻ മെഷർ ചെയ്യാനായിട്ടുള്ള ടെക്നിക്സുകൾ ഏതൊക്കെയാണ്? 3 മാർക്ക്. അഞ്ചാമത്തത്, ഡ്രോ സ്കാറ്റർ ഡയഗ്രാം ടു റെപ്രസെന്റ് ദ ഫോളോയിങ്. താഴെ പറയുന്ന കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്ന സ്കാറ്റർ ഡയഗ്രാം വരയ്ക്കുക. പോസിറ്റീവ് കോറിലേഷൻ, നെഗറ്റീവ് കോറിലേഷൻ, പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ, പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ. അങ്ങനെ 4 വരയ്ക്ക് 4 മാർക്ക് കേട്ടോ. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് എക്സാം എഴുതാം. ഓൾ ദി ബെസ്റ്റ്. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. എല്ലാവരും വീഡിയോ ഓൺ ആക്കി വേഗം. അനാൻ, അശ്വിൻ, ഓക്കെ, മുഹമ്മദ് റിസ്വാൻ, ആഷിക്ക് വേഗം വീഡിയോ ഓൺ ആക്കാം കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഇതാണ്. നമ്മൾ ആദ്യം ഡി വർക്കൗട്ട് ചെയ്യുക. ഡിയിൽ നമുക്ക് 1 2 1 1 3 എന്നാണ് കിട്ടുക. ഈ കോളം കറക്റ്റ് ആണെങ്കിൽ അതിന് 1 മാർക്ക് കൊടുക്കുക കേട്ടോ. ഈ കോളം കറക്റ്റ് ആണെങ്കിൽ അതിന് 1 മാർക്ക് കൊടുക്കുക. ഇനി ഡി സ്ക്വയർ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് 1 മാർക്ക് കൊടുക്കുക. ഡി സ്ക്വയർ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 1 മാർക്ക് കൊടുക്കുക. സിഗ്മ ഡി സ്ക്വയർ നമുക്ക് 16 എന്നാണ് കിട്ടുക. അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് 1 മാർക്ക്. ഇക്വേഷന് 1 മാർക്ക്. ആൻസറിന് 2 മാർക്ക്. അങ്ങനെ 6 മാർക്കാണ് വരുന്നത് കേട്ടോ. 6 മാർക്ക്. ഡി കാണാനായിട്ട് 1 മാർക്ക്. ഡി സ്ക്വയർ കാണാനായിട്ട് 1 മാർക്ക്. അതിന് സിഗ്മ ചെയ്യാം. സിഗ്മ ഡി സ്ക്വയർ നമുക്ക് 16 എന്നാണ് കിട്ടുക. അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക്. ഇക്വേഷന് 1 മാർക്ക്. ആൻസറിന് 2 മാർക്ക്. അങ്ങനെ 6 മാർക്ക് കൊടുക്കുക കേട്ടോ. ഓക്കെ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. 1 കഴിഞ്ഞ് അഞ്ചാമത്തെ ചെക്ക് ചെയ്യുക. അഞ്ചാമത്തെ പോസിറ്റീവ് കോറിലേഷൻ ഇങ്ങനെയാണ് വരിക. നെഗറ്റീവ് കോറിലേഷൻ ഇങ്ങനെയാണ്. കറക്റ്റ് ഒരു സ്ട്രൈറ്റ് ലൈൻ പോലെ വന്നാൽ അത് പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ. അതുപോലെ അടിയിലോട്ട് കറക്റ്റ് ഒരു സ്ട്രൈറ്റ് ലൈൻ നിങ്ങൾ വരച്ചിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ. ഇതിൽ ഓരോ ഫിഗറിനും ഓരോ മാർക്കാണ്. 1 2 3 4. 1 2 3 4. 4 ഫിഗർ കറക്റ്റ് ആണെങ്കിൽ 4 മാർക്ക് കൊടുക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ആർ ഈസ് ഇക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ നോ കോറിലേഷൻ ആണ്. നോ കോറിലേഷൻ കറക്റ്റ് ആണെങ്കിൽ 1 മാർക്ക് കൊടുക്കുക. തേർഡ് വൺ ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി എന്ന് പറഞ്ഞാൽ -1 to +1 ആണ്. കറക്റ്റ് ആണെങ്കിൽ 1 മാർക്ക്. ഫോർത്ത് വൺ, മെത്തേഡ്സ് ഓഫ് കോറിലേഷൻ, സ്കാറ്റർ ഡയഗ്രാം, കാൾ പിയേഴ്സൺസ് കോറിലേഷൻ, സ്പിയർമാന്റെ റാങ്ക് കോറിലേഷൻ. അത് 3 എഴുതിയിട്ടുണ്ടെങ്കിൽ 3 മാർക്ക് കൊടുക്കുക കേട്ടോ.
15-ലാണ് എക്സാം, 15-ലാണ് എക്സാം വരുന്നത്. ഒന്ന് മാർക്ക് ടോട്ടൽ ചെയ്യുക, പാരൻസിനെ കൊണ്ട് സൈൻ ചെയ്യിക്കുക. ഓക്കെ, പേപ്പർ സെൻഡ് ചെയ്യുക. 1 മിനിറ്റ്.